കോൾ റോന്റെ ഇനി നിറയെ കാര്യങ്ങളുണ്ട്. ഇന്നത്തെ കാര്യം അതും കൂടി പറഞ്ഞ് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ ലെയർ മുകളിലും താഴെയൊക്കെ നീക്കില്ലേ? ലെയർ പറഞ്ഞ സംഭവത്തിലില്ല. പക്ഷെ എങ്ങനെ നമുക്ക് ഒരു ഒബ്ജക്റ്റ് മുകളിലും താഴെ നീക്കണം അതറിയണമല്ലോ. അപ്പൊ ഇതില് 6 കളർ 6 ബോക്സ് ഉണ്ട് അല്ലേ? ഇപ്പൊ ബ്ലൂ വന്നിട്ട് ഏറ്റവും താഴെയാണ്. ഇതൊക്കെ മറന്നു നിൽക്കുകയാണ്. ബ്ലൂ മുകളിൽ വരണം. ഇതൊരു ലെയർ നമ്മുടെ ഇല്ല. ബ്ലൂ മുകളിലേക്ക് വരണം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ സെലക്ട് ചെയ്ത് ബ്ലൂ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്യുക, കൺട്രോൾ പ്രസ് ചെയ്തിട്ട് പേജ് അപ്പ് കീഴിൽ പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് മുകളിൽ വരും. കണ്ട? പേജ് ഡൗൺ അടിച്ചു കഴിഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് താഴെ പോകും. ഫോട്ടോഷോപ്പിൽ സ്ക്വയർ ബ്രാക്കറ്റ് ആയിരുന്നു, ഇതിന് പേജ് അപ്പ് പേജ് ഡൗൺ. ഓക്കെ, ഒറ്റയടിക്ക് താഴെ പോകണം. ഇപ്പോൾ ഏറ്റവും ഫ്രണ്ടിലായിരിക്കണത് ഏറ്റവും താഴെ പോകണം. അതിനെന്ത് ചെയ്യണം പറഞ്ഞാൽ ഷിഫ്റ്റ് പിടിച്ചിട്ട് പേജ് ഡൗൺ അടിക്കുക. അതേപോലെ ഷിഫ്റ്റ് പിടിച്ചിട്ട് പേജ് അപ്പ് അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ സ്റ്റെപ്പിന് മുകളിൽ വരും. 1 by 1 ആയിട്ട് പോകണമെങ്കിൽ കൺട്രോൾ പിടിച്ചിട്ട് പേജ് അപ്പ് പേജ് ഡൗൺ. ഇതാണ് അറേഞ്ച്മെന്റ് എന്ന് പറയും. മറ്റേത് അലൈൻമെന്റ്, ഇത് ഷേപ്പിംഗ്. ഇനി അടുത്ത റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ആവണത് അല്ലേ? ഈ റൊട്ടേഷന്റെ കൂടെ വന്ന് അടുക്കൊരു സർക്കിൾ പോയിന്റ് കണ്ട, ആ പോയിന്റ് ആണ് അതിന്റെ റൊട്ടേഷന്റെ സെന്റർ പോയിന്റ്. ആ പോയിന്റ് നമുക്ക് നീക്കാൻ പറ്റും. ആ പോയിന്റ് അവിടെ പിടിച്ച് നീക്കി കഴിഞ്ഞാൽ ഇപ്പോൾ റൊട്ടേറ്റ് ആവണത് എന്താണ്? മൊത്തത്തിൽ ആ ഔട്ട്ലൈൻ്റെ അനുസരിച്ച് ഇങ്ങോട്ടാ റൊട്ടേറ്റ് ആവണത് അല്ലേ? ഞാൻ ഒരു സർക്കിൾ എടുത്തു. സർക്കിൾ എടുത്ത് ഈ റൊട്ടേഷൻ പോയിന്റ് ഈ സർക്കിളിനെ താഴെ കൊണ്ട് വെച്ചു. അതുകൊണ്ട് അവിടെ തന്നെ പോയാൽ തന്നെ ഒട്ടിപ്പിടിക്കും. ഒരു പതുക്കെ ഞാൻ ഇങ്ങോട്ട് നീക്കി. ഈ റൊട്ടേഷൻ കറക്റ്റായിട്ട് നമുക്ക് പോകാൻ വേണ്ടി കൺട്രോൾ പിടിച്ചാൽ മതി. അപ്പോൾ ഓരോ 15 ഡിഗ്രിയിലും സെക്കൻഡ് മുള്ളു പോലെ ഇങ്ങനെ സ്റ്റെക്ക് ആയിട്ട് പോകും. ഞാൻ ഇവിടെ വെച്ചിട്ട് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു. ഓക്കെ, എന്നിട്ട് കൺട്രോൾ 6 അടിച്ചു. എന്തായി? അടുത്ത പൂക്കളം ഇടാം അല്ലേ? ഓണത്തിന് ഓണത്തിന് പൂക്കളം ഡിസൈൻ ചെയ്യാലോ. എന്താ സംഭവം ചെയ്ത് മനസ്സിലായ? സർക്കിൾ വരച്ചു, റൊട്ടേഷനിലേക്ക് വന്നു, ആ പോയിന്റിനെ താഴെ കൊണ്ടുവന്നു, എന്നിട്ട് കൺട്രോൾ പിടിച്ചിട്ട് ഒരു സ്റ്റെപ്പ്, അതായത് 345 ഡിഗ്രി അല്ലെങ്കിൽ 15 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്ത് ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്തു. റൊട്ടേഷനോട് കൂടി റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ ഡ്യൂപ്ലിക്കേറ്റ് കിട്ടും. അതിന് ഞാൻ കൺട്രോൾ 6 അടിച്ചപ്പോൾ ആ റൊട്ടേഷൻ അത് അങ്ങനെ റിപ്പീറ്റ് വന്നു. അപ്പൊ എന്തായി? മൊത്തത്തിലൊരു ഡിസൈൻ വന്നു. കണ്ടാ? സർക്കിളിന് ആംഗിൾ പോയിന്റ് താഴേക്ക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് റൊട്ടേറ്റ് കൊടുത്തു. ഇതിന് നിങ്ങൾ ഫോട്ടോഷോപ്പിന്റെ ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ഇതാ A4 എടുത്തു, യൂണിറ്റ് ഇഞ്ചസിലേക്ക് മാറ്റി, അതിന്റെ 8 എൻ്റർ അടിച്ചു. എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്തപ്പോൾ 8 ബോക്സ് വന്നു. ഒരു സ്ക്വയർ വരച്ചു. എന്നിട്ട് ആ സ്ക്വയറിനെ 1 കൊടുത്തു. 1 കൊടുത്താൽ തന്നെ ഓട്ടോമാറ്റിക്കലി ലോക്ക് കൊടുത്താൽ ഓട്ടോമാറ്റിക്കലി 1 ആവും. എന്നിട്ട് എന്ത് ചെയ്തു? ഇതിനെ ഇവിടെ കൊണ്ടുവരണം. ഷിഫ്റ്റ് പിടിച്ചിട്ട് ഈ സ്ക്വയറിങ് കൂടി സെലക്ട് ചെയ്തു, L അടിച്ചു. എന്നിട്ട് ഇതാ ഈ കോർണറിൽ പിടിച്ചിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വെച്ചു.
രണ്ടും കൂടി സെലക്ട് ചെയ്തിട്ട് ഈ കോർണറിൽ പിടിച്ചിട്ട് ഇവിടെ വെച്ചു, റൈറ്റ് ക്ലിക്ക് ചെയ്തു, Ctrl+R അടിച്ചു. ഇതുപോലെ താഴെ വെച്ചിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്തു, Ctrl+R അടിച്ചു. ചെസ് ബോർഡ് കഴിഞ്ഞു. ഇതിൽ ലെയർ സെലക്ഷൻ്റെയോ അതിനൊന്നും ആവശ്യമില്ല. ടക്ക് ടക്ക് ടക്കെന്ന് പണി കഴിയും. ഫോട്ടോഷോപ്പിൽ ചെസ് ബോർഡ് വരയ്ക്കുമ്പോൾ നിങ്ങൾക്ക് 15 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ കോൺട്രോല് ഒരു 15 സെക്കൻഡ് എടുക്കും. അപ്പോൾ ഏതാ എളുപ്പം? ഫോട്ടോഷോപ്പിൽ നിങ്ങൾക്ക് ലെയർ പഠിക്കാൻ വേണ്ടിയാണ് ചെസ് ബോർഡ് പറഞ്ഞത്. നിങ്ങൾക്ക് ആ ലെയർ ഫോട്ടോഷോപ്പിൽ മസ്റ്റാണ്. നിങ്ങൾക്ക് പിക്ചറൊക്കെ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ചെസ് ബോർഡാണ് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ കോൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാൾ എളുപ്പത്തിൽ തീർക്കാം. ഓക്കെ, അപ്പോൾ ഇതിലൊക്കെ എന്താ മനസ്സിലാക്കുക? ആ ഡ്യൂപ്ലിക്കേറ്റിന്റെ മെത്തേഡും ആ സെലക്ഷൻ വെക്കണത് മാത്രം മനസ്സിലാക്കിയാൽ മതി. ഓക്കെ.